നമസ്കാരം. ഇന്ന് IFPHന്റെ 1268 സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മൾ ശാന്താചന്ദ്രൻ ഡോക്ടറോടൊപ്പമാണുള്ളത്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. നമ്മുടെ അതിഥി എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. നമ്മുടെ എല്ലാമായ ഡോക്ടർ ശാന്തചന്ദ്രൻ മാഡമാണ് ഇന്ന് നമ്മളോട് കൂടെ ഉള്ളത്. മാഡത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാമെങ്കിലും ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറയട്ടെ. 2021 സ്വാമി ആദരദാസ് അവാർഡ് സഹിയിൽ നിന്നും ഡോക്ടർ രമാദേവി അമ്പാടിയോടൊപ്പം കരസ്ഥമാക്കി. വന്ധ്യതയെക്കുറിച്ച് ധാരാളം പൊതുജന ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുന്നുണ്ട്. ഡോക്ടർമാർക്കായി സെമിനാറുകൾ നടത്തുന്നുണ്ട്. കൂടാതെ വന്ധ്യതയിൽ വൻ വിജയം നേടിയ ഒരു വ്യക്തിത്വവുമാണ്. മാഡത്തിന് 40 വർഷത്തെ ചികിത്സാനുഭവങ്ങളാണുള്ളത്. പക്ഷേ നമ്മളോട് കൂടെ ഡോക്ടർ എത്തുന്നത് മൂത്രാശയ രോഗങ്ങളുടെ ചികിത്സ ഹോമിയോപ്പതിയിൽ എന്ന ഒരു ചോദ്യോത്തര വേളയായിട്ടാണ്. ഇതിലേക്ക് മാഡത്തെ സന്തോഷപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. കേൾക്കാമോ? കേൾക്കാം. IFPHന്റെ പില്ലേഴ്സായ എല്ലാ സാരഥികൾക്കും നമസ്കരിക്കുന്നവർക്ക് നമ്മുടെ ഹോമിയോപ്പതിയുടെ പിതാവായ സാമൂഹികനുമായി ദൈവം കൊണ്ട് നമസ്കരിക്കുന്നു. എല്ലാ ഗുരുക്കന്മാരെയും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങുകയാണ്. യൂറിനറി ഇൻഫെക്ഷൻ ആണ് എൻ്റെ അടുക്കാൻ പറഞ്ഞത്. ധനേഷ് ഡോക്ടർ ഇന്നലെ രാത്രി വിളിച്ചു പറഞ്ഞത്. പിന്നെ എനിക്കറിയാവുന്ന കുറച്ച് പോയിന്റ്സ് ഒക്കെ പറയാം. പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാത്ത ഒരു ഹോമിയോ ഡോക്ടറും കാണില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ദിവസമെങ്കിലും നമുക്ക് ഇപ്പൊ ഈ വേനൽക്കാലം കൂടെ ആയപ്പോഴത്തേക്കും ഒരു കേസെങ്കിലും വരാത്ത ഒരു ഡോക്ടർമാരും കാണത്തില്ല. അപ്പൊ എല്ലാവർക്കും ഷെയർ ചെയ്യാവുന്ന ഒരു വേദി ആവട്ടെ ഇതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ UTI എന്ന് പറയുമ്പോൾ നമുക്ക് യൂഷ്വലി അതിന്റെ റീസൺസ് ഒക്കെ നമുക്കറിയാമല്ലോ. ഡയബറ്റീസ്, അതിന്റെ കാരണങ്ങൾ, ഡയബറ്റിക് കറക്റ്റ് ആണ്. അതിന്റെ റീസൺസ് പറയുമ്പോൾ നമ്മള് ഒത്തിരി ലാക്ക് ഓഫ് വെള്ളം കുടിക്കാതിരിക്കുക, പിന്നെ ഡയബറ്റിക്, കാത്തീറ്ററൈസേഷൻ, പുരുഷന്മാർക്കാണെങ്കിൽ പ്രോസ്റ്റാറ്റൈറ്റിസ്, സ്ത്രീകളിലാണെങ്കിൽ സെക്സ്, പിന്നെ പാർട്ണർ ഡ്രെയിന്ന് വരാം, പിന്നെ ഒരു ഏനസ്, ഫിംഗേഴ്സ്, പിന്നെ പ്രഗ്നൻസി UTI വരാം, പിന്നെ ഒരു അൺഹൈജീനിക് ആയിട്ടുള്ള ക്ലോസറ്റ്, കോമൺ ബാത്റൂം ഒക്കെ ക്ലോസറ്റ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് അവിടെ നിന്ന് അങ്ങനെ വരാം UTI. പിന്നെ അതിന്റെ സിംറ്റംസും എങ്ങനെയൊക്കെ വരുന്നതെന്നൊന്നും എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എന്നാലും ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രം. ഇതെല്ലാം പിന്നെ ഇപ്പൊ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ യൂറിനറി ഇൻഫെക്ഷന് ചാൻസ് ഉള്ള സമയമാണല്ലോ ഇപ്പൊ. പിന്നെന്താണ് ഡോക്ടറെ ഒന്ന് അത് സ്ക്രീൻ ഷെയർ ചെയ്യാവോ? നമ്മള് ഇപ്പൊ UTI ആയിട്ട് വരുമ്പോ നമുക്ക് ഇത് യൂഷ്വലി UTI വരുമ്പോഴത്തേക്ക് നമുക്ക് യൂറിനറി സെൽഫ് ഡയഗ്നോസബിളാണ്. പേഷ്യന്റ് തന്നെ വന്ന് അതിന്റെ ഡയഗ്നോസിസ് നമ്മളൊക്കെ പറയുന്ന ഒരു കേസാണ് യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. പീപ്പിളിന്റെ എക്സ്പീരിയൻസ് എന്താണ്, നമ്മളെ രോഗികൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറയുമായിരുന്നു ഡോക്ടറിന്റെ ഒക്കെ.
ഒന്നുമില്ല, യൂറിൻ പോകാനായിട്ടുള്ള ബുദ്ധിമുട്ട്, പനി, ഉള്ളില് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ? ആണോ? ഹ്യൂമർ ഡോക്ടർ ഇല്ലെന്ന് തോന്നുന്നു. ഹ്യൂമർ ഡോക്ടറെ ഇപ്പൊ ഷെയർ ചെയ്യും ഞാൻ വിളിച്ചായിരുന്നു. എന്തോ പറ്റിയത്. കുട്ടികൾ, ചെറിയ കുഞ്ഞുങ്ങൾക്ക് തുടങ്ങിയിട്ട് വലിയ നമുക്ക് ഒരുപാട് ഓൾഡ് ഏജ് ആയിട്ടുള്ള എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു കംപ്ലൈന്റ് ആണ് യൂറിനറി ഇൻഫെക്ഷൻ. ശാന്തയ്ക്ക് ഷെയർ സ്ക്രീൻ ചെയ്യാം. ശാന്തയുടെ ലാപ്ടോപ്പിൽ നിന്ന് ഷെയർ സ്ക്രീൻ ചെയ്യാം. എനിക്ക് ഇതിൽ ഞാൻ ലാപ്ടോപ്പിൽ സൂം എടുത്തിട്ടില്ല. സ്ക്രീൻ വന്നു. അല്ല, വന്നു ആദ്യത്തെ ഇതാണ് നമ്മളെ സിംറ്റംസ്. ആൾക്കാർ വന്ന് പ്രസന്റ് ചെയ്യുന്നതല്ല. ആദ്യത്തെ സ്ലൈഡ്, 5 സ്ലൈഡേ ഉള്ളൂ. ആദ്യത്തെ സിംറ്റംസ് ഓഫ് യൂറിനറി ഇൻഫെക്ഷൻ ഫസ്റ്റ് സ്ലൈഡ്. രമാദേവി മാഡം ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്ന മാറ്റാവോ? അതല്ലേ അതുമല്ല, അതിന് മുന്നിലത്തെ സിംറ്റംസ് ഇങ്ങനെ ജസ്റ്റ് എഴുതി അതൊന്ന് ഒരു പിക്ചറൈസ് ചെയ്ത് കാണിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, നമുക്കൊന്ന് ഓർക്കാൻ വേണ്ടി. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് തന്നെ ആദ്യത്തെ ഇതാണ്, ഫസ്റ്റ് ഇതാണ്, സെക്കൻഡ് ഇതാണ്. ഇത് മതിയോ? ഇത് മതിയോ? അല്ല, സെക്കൻഡ് അത് തന്നെ. അതില് നമ്മള് കാണുന്നുണ്ടല്ലോ എങ്ങനെയാ എന്തൊക്കെയാണ് നമ്മള്, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതിന് പിക്ചറൈസ് ചെയ്തിട്ട് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് യൂറിൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ട്, പിന്നെ പനി, ടെമ്പറേച്ചറും വിറയലും ഒക്കെ ആയിട്ട് വരിക. പിന്നെ നമുക്ക് ആ വിറയലൊക്കെ ആയിട്ട് വരുന്ന, പിന്നെ ക്ലൗഡി യൂറിൻ, ഫൗൾ സ്മെല്ലിങ് യൂറിൻ, പിന്നെ വരുന്നത് ഇപ്പൊ നമുക്ക് പെയിന്, അബ്ഡോമനിലും പെൽവിക് ഏരിയയിലും ഒക്കെ സിവിയർ പെയിനും ലോ ബാക്ക് പെയിനും ഒക്കെ ആയിട്ട് വരുന്ന അതാണ് നമ്മൾ. പിന്നെ പെയിൻ യൂറിൻ പാസ് ചെയ്യുമ്പോഴത്തേക്ക് വേദന, പെയിൻ ഡ്യൂറിങ് സെക്സ്, ഇതൊക്കെയാണ് യൂറിനറി സിംറ്റംസ് ആയിട്ട് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു മാത്രമേ ഉള്ളൂ. അത് എല്ലാവർക്കും അറിയാവുന്ന സിംറ്റംസ് തന്നെ, ജസ്റ്റ് ഒരു ഇതിലേക്ക് വരാം. പിന്നെ പുരുഷന്മാരിലാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ പിന്നെ വരുന്ന അടുത്ത സ്ലൈഡ് കാണിച്ചോളൂ. അതെ, അപ്പൊ പുരുഷന്മാരിലാണെങ്കിൽ ആ ബാക്ടീരിയ പാസ് ചെയ്യുന്ന കണ്ടില്ലേ, ആ സെക്ഷൽ ഓർഗൻസിൽ കൂടെ ബാക്ടീരിയ വന്ന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുമ്പോൾ അത് കിഡ്നിയിലേക്കും ബ്ലാഡറിലേക്കും കിഡ്നിയിലേക്കും യൂറിറ്ററിലേക്കും എല്ലാം ഇത് ചെയ്ത് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നു. അത് ഒരു അൺഹെൽത്തി ഏരിയ എന്ന് വരാം, അല്ലെങ്കിൽ സെക്സിന്റെ കൂടെ ഒക്കെ വരാം. അതാണ്. പിന്നെ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ്, സിവിയർ കൺട്രോൾഡ് ഡയബറ്റീസ്, അതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് വരാവുന്നവർക്ക് വരുന്ന പെയിനും ഒക്കെ അതിങ്ങനെ ഒന്ന് കാണിച്ചത് മാത്രമേ. സ്ത്രീകളിലാണെങ്കിൽ പെൽവിക് പെയിന്, പീരീഡ് റിലേറ്റഡ് ആയിട്ടും വരാം. പീരീഡ്സിന്റെ ബിഫോർ, ഡ്യൂറിങ്, ആഫ്റ്റർ ഒക്കെ ഇതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ വരാം. വെള്ളം കുടിക്കാതിരുന്നാലും വരാം. പിന്നെ എന്തെങ്കിലും അക്യൂട്ട് ഡയറിയ, വോമിറ്റിംഗ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ലാക്ക് ഓഫ് ഡീഹൈഡ്രേഷൻ കൊണ്ട് യൂറിനറി ഇൻഫെക്ഷൻ വരാം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതിന്റെ കോമൺ സിംറ്റംസ് ഞാൻ ഒന്നുകൂടെ ഇലാബറേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് മാത്രം. അത് അടുത്ത സ്ലൈഡ്. അതിന് ഓരോന്നും നല്ല സെൽഫ് frequent need to urinate, പിന്നെ എന്താ സ്ട്രോങ് സ്മെല്ലിങ് യൂറിൻ, blood in urine, burning or painful urination, cloudy looking urine, pain in pelvic area. ഇത്രയുമാണ് യൂറിനറി ഇൻഫെക്ഷന്റെ സിംറ്റംസ്.
ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കൂടെ പറയാനുണ്ടെങ്കിൽ പറയണം. അറിയില്ല, പറഞ്ഞോളൂ. ഇത്രയൊക്കെ ഉള്ളൂ ശാന്തേ. ഇനി സിംറ്റംസ് പറ. ഇനി മെഡിസിൻസും അതിന്റെ സിംറ്റം പറഞ്ഞാൽ മതി, ഇൻഡിക്കേറ്റഡ് സിംറ്റംസും. മെഡിസിൻസ് എല്ലാവർക്കും മെഡിസിൻസ്. പേഷ്യന്റ് വരുമ്പോ അവർക്ക് നമ്മൾ പറയുന്ന ഹൈജീനിക് മെഷർമെന്റ് ഹൈജീനിക് മെഷർമെന്റ് പറയണം. പിന്നെ പറഞ്ഞു അവര് വരുമ്പോ ഹൈജീനിക് ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമല്ലോ. നാപ്കിൻ, പാൻറ്റീസിന്റെ ഈ ശുദ്ധി ദിവസവും മാറ്റാൻ പറയണം 2 നേരവും. പിന്നെ വെള്ളം ധാരാളം കുടിക്കാൻ പറയണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവരോട് അഡ്വൈസ് ചെയ്യാം. കൂട്ടത്തില് നമുക്ക് അവരോട് സിറ്റ്സ് ബാത്ത് എടുക്കാൻ പറയാം. 1, 2, 3 പ്രാവശ്യം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ആ ബേണിംഗ് സെൻസേഷൻ നല്ലോണം കുറഞ്ഞു കിട്ടും. മെഡിസിൻ പറ ശാന്തേ. മെഡിസിൻ പറയുമ്പോൾ നമുക്ക് ആദ്യം ഈ യൂറിൻ ഒട്ടും പോകാതിരിക്കുന്ന സന്ദർഭങ്ങളിൽ അത് നമുക്ക് റിട്ടൻഷൻ ഓഫ് യൂറിൻ വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നത് അക്കണൈറ്റ് തന്നെയാണ്. റിട്ടൻഷൻ ഓഫ് യൂറിൻ വരുമ്പോഴത്തേക്ക് അതൊരു കോൾഡ് എക്സ്പോഷറോ അല്ലെങ്കിൽ തണുപ്പ് കൊണ്ട് പേടി കൊണ്ടൊക്കെ വരുന്ന അക്കണൈറ്റാണ് നമുക്ക് കൊടുക്കാൻ. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് കരച്ചിലും ഇതൊക്കെ ചെറിയ കുട്ടികൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരുമ്പോൾ ഇത് അക്കണൈറ്റ് കൊണ്ട് തന്നെ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഭയങ്കര കരച്ചിലും വഴക്കും പേടിയും ഒക്കെ വരുമ്പോൾ ചെറിയ കുട്ടികൾക്ക് വരെ നമുക്ക് അക്കണൈറ്റ് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് റിട്ടൻഷൻ ഓഫ് യൂറിനിൽ വരുന്നത് ആർണിക്കയാണ്. ആർണിക്ക അത് ഡ്യൂ ടു ഓവർ എക്സേർഷൻ കൊണ്ട് വരാം. പിന്നെ നമുക്ക് എപ്പോഴും ഡെലിവറി കഴിഞ്ഞിട്ടുള്ള UTIക്ക് നമുക്ക് ആർണിക്ക വളരെ എഫക്റ്റീവാണ്. ഞാനൊക്കെ ആണെങ്കിലും ഡെലിവറിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആർണിക്ക കൊടുത്ത് വിടാറുണ്ട്. അപ്പൊ ഒരു കാത്തീഡ്രൈസേഷന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടോ ഒക്കെ വരുന്നതിന് ആർണിക്ക ഇമ്മീഡിയറ്റ്ലി കൊടുക്കാമെങ്കിൽ നല്ല റിലീഫ് കിട്ടുന്നുണ്ട്. ഇനി വരുന്നത് നമുക്ക് റിട്ടൻഷൻ ഓഫ് യൂറിൻ വരുന്നത് ക്യാംഫറിന്റെ നമുക്ക് ഇറപ്ഷൻ സപ്രസ് ചെയ്തിട്ട് വരുന്ന കംപ്ലൈന്റ് റിട്ടൻഷൻ ഓഫ് യൂറിൻ പറയുന്നത് നമുക്ക് ക്യാംഫർ കൊടുക്കും. പിന്നെ അടുത്തത് കോസ്റ്റിക്കമാണ്. കോസ്റ്റിക്കത്തിന് നമുക്ക് വരുന്നത് ഒരു ആഫ്റ്റർ സർജിക്കൽ ഓപ്പറേഷൻ. അപ്പൊ നമുക്കൊരു നെർവ് പാരാലിറ്റിക് കണ്ടീഷൻ ഓഫ് ദ നെർവ് വരുമ്പോഴാണ് അത് കൂടുതൽ എഫക്റ്റീവ് ആണ്. അത്രയുമാണ് നമുക്ക് റിട്ടൻഷൻ ഓഫ് യൂറിൻ വരുന്ന സമയത്ത് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ ഒരുപാട് മെഡിസിൻ ഉണ്ട് നമുക്ക് UTIക്ക് കൊടുക്കാൻ പറ്റുന്നത്. അതിന് ഓരോരോ റീസൺ വൈസ് ആയിട്ട് നമുക്കത് കൊടുക്കാം. അത് പിന്നെ ഇനി എപ്പിസ്, പൾസാറ്റില, ബർബറിസ് വൾഗാരിസ്, കാനാബിസ് ഇൻഡിക്ക, കാന്താരിസ്, ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ എനിക്ക് ഇതില് ഈ കോപ്പൈവയെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു വലിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കോപ്പൈവ ഞാൻ ക്ലിനിക്കില് ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു 55 വയസ്സുള്ളൊരു അമ്മ വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുമായിരുന്നു. അത് കോപ്പൈവ ഞാൻ എപ്പോഴും കോപ്പൈവ വായിക്കുമ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നൊരു സിംറ്റമാണ്. അവര് കരഞ്ഞുകൊണ്ട് വന്ന് ആദ്യം അനമിണ്ടാതിരുന്ന് പിന്നെ വന്നിട്ട് കരഞ്ഞ് എന്നെ രക്ഷിക്കണം മോളെ, എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഇതെന്താന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറയാം, എനിക്ക് ഒട്ടും യൂറിൻ കൺട്രോൾ ഇല്ല മോളെ, എനിക്ക് വേദനയൊക്കെ ഞാൻ സഹിക്കാം, അറ്റാച്ച്ഡ് ബാത്റൂം ഒന്നുമില്ല, ഞാൻ ഈ യൂറിൻ പോണമെന്ന് തോന്നുമ്പോ തന്നെ ഞാൻ അങ്ങ് പുറത്തേക്ക് ഓടി ബാത്റൂമിൽ എത്തിയില്ലെങ്കിൽ എന്റെ ട്രിബിൾ ചെയ്ത് എന്റെ ഡ്രസ്സൊക്കെ നക്കി. അതുകൊണ്ട് വീട്ടിലെല്ലാവർക്കും ഭയങ്കര ദേഷ്യമാണ്. എപ്പോഴും എന്നെ യൂറിൻ സ്മെല്ലാണ്, എന്നെ രക്ഷിക്കണം മോളെ, എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എനിക്ക് അത്രയും ഡിപ്രസ്ഡ് ആയിരുന്നു അവര്. ഒക്കെ കോപ്പൈവ കൊണ്ട് അവരുടെ ആ കംപ്ലൈന്റ് ആണ് മാറി. ഈ യൂറിൻ പോകുമ്പോഴുള്ള വേദനയല്ല, അവരാ ബാത്റൂമിൽ എത്തുന്നതിന് മുമ്പായിട്ട് അവരുടെ ഡ്രസ്സ് നനയും. അങ്ങനെ ഒരു കണ്ടീഷൻ ഞാൻ എപ്പോഴും കോപ്പൈവയെ കുറിച്ച് ഓർക്കുന്നത്. ആ കോപ്പൈവ കൊണ്ട് അവരുടെ കംപ്ലീറ്റ് ആയിട്ട് അതങ്ങ് മാറി എന്നുള്ളതാണ്. ആദ്യം അവര് ഇന്നും അവരെ നമ്മളെ കാണുമ്പോൾ അത്ര സ്നേഹത്തോടെയും സന്തോഷത്തോടെയും വരുന്നത്. അതാണ് എനിക്ക് കോപ്പൈവയെ കുറിച്ച് പറയാനുള്ളത്. വേറെ ആർക്കെങ്കിലും ഇതുപോലെ അനുഭവം ഉണ്ടാവുമെന്ന് കാണുമായിരിക്കും, ഷെയർ ചെയ്യണം എല്ലാവരും. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സോളിഡാഗോ
സരസപ്പാടില, അതൊക്കെ ശരിക്കും നല്ല ഡയൂററ്റിക് ആണ്. സാബൽ സെർലാറ്റ പ്രോസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് സാബൽ സെർലാറ്റ വളരെ യൂസ്ഫുൾ ആണ്. ഞാൻ എപ്പോഴും ഈ ടൈമിൽ വരുന്ന, ഈ സമ്മർ സീസണിൽ വരുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് കിട്ടിയിരിക്കുന്ന സരസപ്പാടിലയാണ്. സരസപ്പാടില കൊടുക്കുമ്പോൾ നമുക്ക് ബോഡിയും കുറച്ച് കൂളാവും. ആൾക്കാർ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് സരസപ്പാടില കഴിച്ചിട്ട് സരസപ്പാടിലയുടെ എഫക്റ്റ് പറയുക. പിന്നെ നമുക്ക് വരുന്നത് മെഡോറിനം പീരീഡിന്റെ സമയത്തൊക്കെ വരുന്ന യൂറിനറി ഇൻഫെക്ഷന് മെഡോറിനം വളരെ ഇതായിട്ടുണ്ട്. പിന്നെ ഇതിൽ എഴുതാത്ത കുറെ മെഡിസിൻസ് ഉണ്ട്. ഒരു ക്രോണിക് ഇൻഫെക്ഷൻ വരുമ്പോൾ ഞാൻ കൊടുക്കാറുള്ളത് പസ്സും ഒക്കെ വരുമ്പോഴത്തേക്കും പൈറോജൻ കൂടെ കൊടുക്കാറുണ്ട്. പൈറോജൻ വണ്ണം ഒരു 6 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് സിംറ്റമാറ്റിക് ആയിട്ട് സരസപ്പാഡിലോ സോളിഡാഗോയോ ബെർബറിസ് വൾഗാരിസ് ഇതെല്ലാം കൊടുക്കുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് കാണും. ഇനി പിന്നെ സ്റ്റാഫിസാഗ്രി ആണെങ്കിൽ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ ആഫ്റ്റർ ഹണിമൂൺ പറയുന്നുണ്ടല്ലോ. വളരെ വളരെ നമുക്ക് എപ്പോഴും തന്നെ ഉപയോഗിക്കേണ്ട ഒരു മെഡിസിനാണ് സ്റ്റാഫിസാഗ്രി. അതുപോലെ തന്നെ പെട്രോസെല്ലിനം വളരെ നല്ലൊരു മെഡിസിനാണ്. പെട്രോസെല്ലിനം വളരെ തമാശയോട് കൂടിയിട്ടാണ് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പറയാ. ഒരു ഡാൻസ് ചെയ്തിട്ടാണ് യൂറിൻ പോകാൻ പറഞ്ഞ പോലെ ആ പെട്രോസെല്ലിനം അത് മറക്കാത്ത ഒരു മെഡിസിനാണ് പെട്രോസെല്ലിനം. അതിന് ഇന്റൻസ് ബൈറ്റിംഗ്, ഇച്ചിങ്, ഡീപ്പ് ഇൻ യൂറിത്ര, യൂറിൻ എസ്കേപ്പ് ഇഫ് നോട്ട് അറ്റൻഡഡ് ടു ക്യൂക്കിലി, അതാണ് അതിന്റെ ഒരു സിംറ്റം പറയുന്നത്. പിന്നെ വരുന്നത് പോളിയൂറിയ, ആൽബിനൂറിയ, ഹെമറ്റൂറിയ എല്ലാം കവർ ചെയ്യുന്ന ഒരു മെഡിസിനാണ് വെസിക്കേരിയ. അപ്പൊ കൺട്രാക്ഷൻ ഓഫ് യൂറിത്ര ആൻഡ് ബ്ലാഡർ മസിൽസ് ഒക്കെ അതിന്റെ കൺട്രാക്ഷൻ ഒക്കെ കവർ ചെയ്യുന്ന ഒരു മെഡിസിനാണ് വെസിക്കേരിയ. പിന്നെ തെലാപ്സി പറയുന്നുണ്ടല്ലോ. തെലാപ്സി നമുക്കത് കത്തീറ്ററിന്റെ ഉപയോഗം മാറ്റി വെക്കുന്നുള്ളതാണ് പറയുന്നത്. തെലാപ്സിക്കും നല്ല എനിക്ക് ഒത്തിരി എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വരുന്നവർക്ക് നമുക്ക് സിന കൊടുക്കാം, സ്പൈജീരിയ എല്ലാം കൊടുക്കാം. ഒത്തിരി മെഡിസിൻ ഉണ്ട്. ഇനിയിപ്പോ എല്ലാവരും ഞാൻ ഇത്ര പെട്ടെന്ന് തന്നെ ഇത്രയും എഴുതിയെന്നേ ഉള്ളൂ. ഇനി ഓരോരുത്തരും അവരവരുടെ ഷെയറും കൂടെ ഷെയർ ചെയ്യട്ടെ വെക്കുക. ക്യാന്താലിസ്, അങ്ങനെ ഒത്തിരി മെഡിസിൻസ്. താങ്ക് യു. പ്രോട്ടീനൂറിയക്ക് മരുന്ന് പറയാവോന്ന്, പ്രോട്ടീനൂറിയക്ക് പറയാവോന്ന് ഒരു ചോദ്യം വന്നു. പ്രോട്ടീനൂറിയക്ക് ആസിഡ് ഫോസ് ടിഞ്ചർ ഞാൻ കൊടുത്ത് നല്ല പ്രോട്ടീനൂറിയ. ആസിഡ് ഫോസ് ആണ് അതിന്റെ മെഡിസിൻ. പിന്നെ പ്രഗ്നൻസിയിൽ വരുന്ന ആൽബുമിനൂറിയൊക്കെ നമുക്ക് ഹെലോണിയസ് 3x കൊടുത്താൽ വളരെ എഫക്റ്റീവ്. കഞ്ഞിവെള്ളം പോലെ പോവാ ഈ ആസിഡ് ഫോസിന്റെ യൂറിൻ, പാല് പോലെയോ കഞ്ഞിവെള്ളം പോലെയൊക്കെ പോവുക. അത് കുട്ടികളിലും വരും. കുട്ടികളിൽ വരുമ്പോ ഈ സിന കൊടുക്കുമ്പോഴത്തേക്കും അത് കവർ ചെയ്യും. അത് ബെറ്ററാണ്. ഭയങ്കര ഒഫൻസീവ് ആയിട്ടുള്ള യൂറിൻ നമുക്ക് ബെൻസോയിക് ആസിഡ്, യൂറിക് ആസിഡും നമുക്ക് ഗൗട്ടും ഒക്കെ കവർ ചെയ്തിട്ട് ബെൻസോയിക് ആസിഡ്. ഡ്രിബ്ലിങ്ങും ഉണ്ട് പ്രായമുള്ളവരിലും, എൻലാർജ് പ്രോസ്റ്റേറ്റും. പിന്നെ ഒഫൻസീവ് യൂറിനാണ് ആസിഡ് ബെൻസോയിക് എന്ന് പറയുന്നത്. അതുപോലെ ഒഫൻസീവ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ് കാർബോളിക് ആസിഡ്. അതും പ്രായമുള്ളവർക്ക് കൊടുക്കാവുന്ന ഒഫൻസീവ് ഇറിറ്റബിൾ ബ്ലാഡറുള്ള ഒരു മെഡിസിനാണ് കാർബോളിക് ആസിഡ്. പിന്നെ റിലേറ്റഡ് ആയിട്ട് പിന്നെ നമുക്ക് കുപ്രമാസ് ഉണ്ട്, സപ്രഷൻ. ഇത് ഡയബറ്റിക്കും കിഡ്നി എഫക്റ്റഡ് ആയിട്ടൊക്കെ വരുന്ന നെഫ്രൈറ്റിസും ഒക്കെ വരുന്ന ഡയബറ്റിക് നെഫ്രോപ്പതിയൊക്കെ വരുമ്പോൾ നമുക്ക് കുപ്രമാസിന് ഉണ്ട്. പിന്നെ നിറയെ കല്ലൊക്കെ യൂറിനറി സ്റ്റോണും യൂറിക് ആസിഡും ഗ്രാവലും ബ്രൗൺ യൂറിനൊക്കെ വരുന്നതിനും FPGA റിട്ടേൺസിനും നല്ല ആക്ഷനുണ്ട്.
ഏതോ കേട്ടില്ല മാഡം. എപ്പിജിയ റിപ്പൻസ്. പിന്നെ ഇക്വിസിറ്റത്തിനുണ്ടല്ലോ സിവിയർ പെയിൻ ആഫ്റ്റർ യൂറിനേഷൻ. യൂറിൻ പോയി കഴിഞ്ഞിട്ട് ഭയങ്കര വേദന. ഇക്വിസിറ്റം ഇക്വിസിറ്റത്തിനുണ്ട്. അതുപോലെ തന്നെ ബേണിംഗ് കിഡ്നി ട്രബിൾ ഉള്ളവർക്ക് കൊടുക്കാവുന്നതാണ് ടെർബിന്തിന്. ചെറിയ ചെറിയ ജെറ്റ്സ് ഇങ്ങനെ യൂറിൻ പോണ പോലെ ബ്രിക്ക് റെഡ് യൂറിൻ ഇങ്ങനെ പോകും. അതാണ് ടെർബിന്തിന്റെ എഫക്ട്. പിന്നെ ഇനി പോസ്റ്റിക്കാൻ പറഞ്ഞ പറ്റുന്ന പിന്നെ വിറാട്രം വെറഡിക്കറി ആയതുകൊണ്ട് യൂറിനറി ഇൻഫെക്ഷൻ അറ്റ് ദ കമൻസ്മെന്റ് ഓഫ് മെൻസ്ട്രേഷൻ. എനിക്ക് പ്രഗ്നൻസി കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സിംറ്റം മാത്രം നോക്കി കൊടുത്തിട്ട് വിറാട്രം വെറൈറ്റി. പീരിയഡ്സ് തുടങ്ങുന്നതിന് മുന്നേ യൂറിനറി ഇൻഫെക്ഷൻ വരും. പിന്നെ നമുക്ക് കൾച്ചർ ഇതിന്റെ ഡയഗ്നോസിസ് പറയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ യൂറിൻ മൈക്രോസ്കോപ്പിക്കൽ എക്സാമിനേഷൻ ചെയ്യുക. പിന്നെ ബ്ലഡ് CBC ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ESRഉം ടോട്ടൽ കൗണ്ടും ഒക്കെ വളരെ കൂടുതലായിട്ടിരിക്കും. പിന്നെ കൾച്ചർ ചെയ്യുക. അതാണ് നമ്മൾ കൾച്ചർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈക്കോളൈ തന്നെയുണ്ട്, ക്ലബ്സെല്ലയ്ക്ക് ക്ലബ്സെല്ല തന്നെയുണ്ട്. അപ്പൊ അതുകൂടെ കൊടുക്കുമ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അത് കണ്ടിന്യൂറ്റ് ആയി ഇങ്ങനെ ഞാൻ യൂഷ്വലി അത് കൾച്ചർ ചെയ്തിട്ട് വീണ്ടും കൾച്ചർ ചെയ്ത് അതെല്ലാം നെഗറ്റീവായിട്ട് മരുന്ന് നിർത്താറുണ്ട്. ഈക്കോളിയും ക്ലബ്സെല്ലിലേക്ക് ഏത് ഈക്കോളി കിട്ടും. ഈക്കോളി 30, ക്ലബ്സെല്ലിയും കിട്ടും 30. നേരത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ആസിഡ് ഫോസ് ടിഞ്ചർ ഡോസ് എത്രയാ കൊടുക്കുന്നതെന്ന്. പ്രോട്ടീൻ യൂറിയക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന ഈ മിൽക്കി യൂറിൻ പോലെ പോകുന്ന ആസിഡ് ഫോസ്. അത് ടിഞ്ചർ എത്ര ഡോസ്? ടിഞ്ചർ 2 നേരം വെച്ച് കൊടുത്ത് എനിക്ക് ടിഞ്ചർ കൊടുത്തിട്ട് ഒരാഴ്ചയൊക്കെ കൊടുത്ത് പിന്നെ 3x കൊടുത്താലും മതി. കറക്റ്റ് ചെയ്യും അത്. പിന്നെ നമുക്ക് ബറൈറ്റാമൂറൊക്കെ ഉണ്ട്. പിന്നെയും ഒത്തിരി മെഡിസിൻസ് ഒക്കെ ഉണ്ട്. ഇനി ഓരോരുത്തരുടെ അനുഭവങ്ങൾ പറയട്ടെ. കൊപ്പൈവയുടെ പൊട്ടൻസി ചോദിച്ചേക്കുന്നു. കൊപ്പൈവയുടെ പൊട്ടൻസി ചോദിച്ചേക്കുന്നു. ഏതിന്റെ? കൊപ്പൈവ 30 കൊടുത്തിട്ട് പിന്നെ 200 കൊടുക്കും. ഭയങ്കര ഒരു ഒത്തിരി സ്നേഹമുള്ളൊരു മെഡിസിനാണ്. സ്റ്റോപ്പ് ഷെയർ ചെയ്യട്ടോ. ഇല്ല ഇനി ഇല്ല ഡോക്ടറെ, ഇത്രേ ഉള്ളു. ഞാൻ പെട്ടെന്ന് ഞാൻ പറയട്ടെ. അതൊരു ഓർമ്മ നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ പിക്ചർ ഇട്ടെന്ന് മാത്രം. പറയട്ടെ. ശാന്തോട് ഇന്നലെ ഇന്ന് പെട്ടെന്നാണ് ധനേഷ് ഈ യൂറിനറി ഇൻഫെക്ഷനെ പറ്റി ക്ലാസ് എടുക്കാൻ പറഞ്ഞത്. ശാന്തയാണെങ്കിൽ ഒരു വലിയ യാത്രയും കഴിഞ്ഞ് ഇന്നലെ രാത്രി എത്തിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ശാന്ത ഇത്തിരി ബിറ്റ് വറീഡായിരുന്നു. അപ്പൊ ഞങ്ങള് 5-6 ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളൊന്ന് പ്രിപ്പയർഡ് ആയിരിക്കണം എന്ന്. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഒന്ന് പ്രിപ്പയർ ആയിട്ട് ഇരിക്കണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്പൊ ഞാൻ ശാന്തോട് ഇടയ്ക്ക് വെച്ച് പറഞ്ഞത്. പിന്നെ ഈ നമ്മൾ യൂറിനറി ഇൻഫെക്ഷൻ വരുമ്പോൾ അതിന്റെ സ്മെല്ല് നോക്കിയിട്ട് നമുക്ക് മെഡിസിൻ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അതിന്റെ കളർ നോക്കിയിട്ട് ചെയ്യാം, മെഡിസിൻ കൊടുക്കാം. അതുപോലെ സെഡിമെന്റ് നോക്കിയിട്ട് അതിലെന്താ ആൽബുമിനാണോ പ്രോട്ടീൻ അതാണെന്നുള്ളത് നോക്കിയിട്ട് അങ്ങനെ കൊടുക്കാം. പിന്നെ അതിന്റെ ആ പാസേജ് ഓഫ് യൂറിൻ പോകുന്ന എങ്ങനെയാന്നുള്ളത്. ഇപ്പൊ എപ്പാസൾഫ് ആണെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് അങ്ങനെ ഈ വെർട്ടിക്കൽ ആയിട്ട് ഇങ്ങനെ ഇതിൽ വരും. എപ്പാസൾഫിന്റെ വെർട്ടിക്കൽ ആയിട്ടായിരിക്കും. ജെൻസ് ആണെങ്കിലും യൂറിൻ പാസ് ചെയ്യുമ്പോൾ നേരെ താഴെ വന്ന് വീഴും. അതിന് എപ്പാസൾഫ് വളരെ നല്ല മെഡിസിനാണ്. പിന്നെ അതേ സമയത്ത് ആസിൻമൂർ ആണെങ്കിൽ വളരെ സ്ലോ ആയിട്ടേ വരുള്ളൂ. അതുപോലെ തന്നെയാണ് അലൂമിനിയം സ്ലോ ആയിട്ടുള്ള ഫ്ലോ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ സിങ്കോമെറ്റിനാണെങ്കിൽ പുറകോട്ട് ഇങ്ങനെ തിരിഞ്ഞിരുന്നാലേ അവർക്ക് യൂറിൻ പാസ് ചെയ്യുള്ളൂ. പിന്നെ അതുപോലെ തന്നെ സ്പീഡ് കുറയ്ക്കണേ.
ഞങ്ങളൊക്കെ ആസിഡ് ഫോസ് വരെ എത്തിയുള്ളൂ, വലൂമിന വരെ എത്തിയുള്ളൂ. പെട്രോസെല്ലിനും ഞാൻ പറഞ്ഞതാ, പെട്രോസെല്ലിനും ഗാർലിക് സ്മെല്ലും പെട്രോസെല്ലിനും ഞങ്ങളെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ജാൻറ്റ് പറയായിരുന്നു, അത് യൂറിൻ പോകാറുമ്പോഴത്തേക്ക് ഡാൻസ് ചെയ്ത് ഇങ്ങനെ ഇതായിട്ട്, കാരണം അവർക്ക് കൺട്രോളിൽ ഭയങ്കര ഇച്ചിങ് ഒക്കെ അല്ലേ. നിന്നിങ്ങനെ അവിടെ പൊത്തി പിടിച്ചോണ്ട് ആൺകുട്ടികളാണെങ്കിൽ അവിടെ പൊത്തി പിടിച്ചോണ്ട് നിന്നിങ്ങനെ ഡാൻസ് തുള്ളും. അതായത് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടില്ലല്ല, വേദന കൊണ്ട് തുള്ളിച്ചാടും. പെട്രോസെല്ലിനാണ് ഞങ്ങൾ 5-6 പേര് ഇരിക്കുമ്പോ അങ്ങനെ പറഞ്ഞിരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സ്മെല്ല് ഞാൻ ഒന്നുകൂടെ ആദ്യമേ പറയാം. ഇതിന്റെ സ്മെല്ല് നോക്കിയിട്ട് നമ്മൾ മെഡിസിൻ കൊടുക്കും. അത് സ്ട്രോങ് യൂറിന് സ്മെല്ലാണെങ്കിൽ ബെൻസോയിക് ആസിഡ് നല്ല മെഡിസിനാണ്. പക്ഷെ അത് അതിന്റെ ബെൻസോയിക് ആസിഡിന്റെ യൂറിൻ നല്ല ഡാർക്ക് കളറായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അത് റുമാറ്റിക് ഡയാത്തസിസ് ആണെങ്കിൽ നല്ല അച്ചട്ടായിട്ട് അത് മെഡിസിൻ നമുക്ക് വർക്ക് ചെയ്യും. ഈ ബെൻസോയിക് ആസിഡ് സ്മെല്ല് ഉണ്ടാവും, ഡാർക്ക് കളറായിരിക്കും, പിന്നെ റുമാറ്റിക് ഡയാത്തസിസ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് സെപ്പിയയുടെ അതുപോലെ തന്നെ സവർ റിപ്പൾസീവ് സ്മെല്ലാണ്. ഇങ്ങനെ സെപ്പിയ ശരിക്കും പറയുകയാണെങ്കിൽ അവര് ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ ഡ്രിബിൾ ചെയ്യുന്നാണ് പറയുന്നത്. അവര് വരുമ്പോ ഒരു യൂറിന് സ്മെല്ല് വരെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് സെപ്പിയ കൊടുക്കാം. പിന്നെ അവരുടെ യൂറിനിലുള്ള സെഡിമെന്റ് റെഡ് ക്ലേ, ഇതില് ഒരു എന്താ പറയുക, ക്ലേ ലൈക്ക് സെഡിമെന്റ് ആയിരിക്കും, റെഡിഷ് ആയിട്ട്. പിന്നെ ഈ അവര് അതുപോലെ തന്നെ സെപ്പിയൊക്കെയുള്ളവരെന്ന് വെച്ചാല് അവര് ഉറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും അവർക്ക് യൂറിൻ പോകും. എനിക്കൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നു ബാംഗ്ലൂരിൽ വെച്ച്. ആദ്യം ഫസ്റ്റ് മാരേജ് കഴിഞ്ഞു. മാരേജ് കഴിഞ്ഞിട്ട് ആ ഒരു 4 days അവരുടെ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് 4 days കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് ഈ 8 ദിവസവും ഈ കുട്ടി ബെഡ് വെറ്റ് ചെയ്തു. അതോടുകൂടി അയാള് ആ കുട്ടിയെ ഉപേക്ഷിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് രണ്ടാമത് ആ കുട്ടിക്ക് ഒരു ഇത് വന്നു, ഒരു വർമ്മയാണ് അവര്. രണ്ടാമതൊരു കല്യാണം ആലോചിച്ചു. അപ്പൊ ഈ കുട്ടിക്ക് ഭയങ്കര ഡിപ്രഷൻ ആയിരുന്നു. എച്ചയിൽ ജോലി ചെയ്യുന്ന കുട്ടിയായിരുന്നു. അവസാനം എൻ്റെ അടുത്ത് വന്നു. പിന്നെ ഞാൻ കൊടുത്തത് സെപ്പിയ ആയിരുന്നു. സെപ്പിയ കൊടുത്ത് ആ കുട്ടിക്ക് അത് മാറി, കംപ്ലൈന്റ് മാറി. ഒരു മാരീഡായി. ഇപ്പോഴും തൃപ്പൂണിത്തുറയിൽ അവർ വരുമ്പോൾ എൻ്റെ അടുത്ത് വരാറുണ്ട്, എന്നെ വിളിക്കും, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരും. അതുകൊണ്ട് സെപ്പിയെ പറ്റി എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഈ കുട്ടി എന്താണ് അവർക്ക് ഈ സെപ്പിയുടെ എന്ന് വെച്ചാൽ ലോവർ അബ്ഡോമിനൽ ടെൻഷൻ അത് എപ്പോഴും ഉണ്ടല്ലോ സെപ്പിയയ്ക്ക് എപ്പോഴും. ആ ഒരു ടെൻഷൻ എപ്പോഴും ഉണ്ടാവും, പ്രത്യേകിച്ചും ഈ യൂറിനറി ട്രബിളും കൂടെ വരുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ പൊട്ടൻസി ഞാൻ ചോദിക്കാൻ നിൽക്കുകയായിരുന്നു. പൊട്ടൻസി തന്നെ അക്യൂട്ട് ഇതിനൊക്കെ ആണെങ്കിൽ 30 കൊടുത്തിട്ട് 30 TDS കൊടുത്ത് ഒരാഴ്ച എല്ലാം കൊടുത്തു കഴിയുമ്പോൾ പതുക്കെ വീഡിയോ ആക്കി HS ആക്കും, ഒരു നേരം ആക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ഏത് മെഡിസിനും. പിന്നെ ഇത് എന്താണ്, നൈട്രിക് ആസിഡിനും ഇതേ സ്മെല്ലാണ്. പക്ഷെ അത് കുതിരമൂത്രം പോലെ ഇരിക്കും പറയും. കുതിരമൂത്രം പോലെ ഇരിക്കും എന്ന് പറയുമ്പോ എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞങ്ങള് ഈ കൈലാസ യാത്ര ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി കുതിരയുടെ മൂത്രത്തിന്റെ സ്മെല്ല് എന്താന്നുള്ളത്. കുതിരപ്പുറത്ത് 3 ദിവസം യാത്ര ചെയ്തപ്പോ അതിന്റെ ആ യൂറിന്റെ ഭയങ്കര സ്മെല്ലാണ്. അപ്പൊ ഇപ്പൊ ഹോൾസസ് യൂറിൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ഇത് പറയുമ്പോ എനിക്ക് ഉടനെ അത് മനസ്സിലാവാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ബാക്ടീഷ്യക്കും അതെ, യൂറിന് ഭയങ്കര സ്മെല്ലായിരിക്കും. പക്ഷെ ബാക്ടീഷ്യയുടെ എല്ലാ സെക്രീഷനും സ്മെല്ലായിരിക്കും. സ്വെറ്റ് ആണെങ്കിലും എന്താണ് സ്റ്റൂളാണെങ്കിലും യൂറിനാണെങ്കിലും എല്ലാം സ്മെല്ലാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതുപോലെ ആ സമയം അങ്ങനെ വരുമ്പോൾ ബാക്ടീഷ്യ നമുക്ക് കൊടുക്കാം. വിത്ത് ഫീവർ, ബോഡി പെയിൻ, ചില്ലിനെസ് ഒക്കെ ഉണ്ടെങ്കിൽ ബാക്ടീഷ്യ നമുക്ക് കൊടുക്കാം. പിന്നെ ഈ കൽക്കേരിയ കാർബന് ഇതുപോലെ തന്നെയാണ്, യൂറിൻ ഭയങ്കര സ്മെല്ലായിരിക്കും. പക്ഷെ അതിൽ വൈറ്റ് ഡിപ്പോസിറ്റ് ഉണ്ടാവും. പിന്നെ ഈ കൽക്കേരിയ കാർബിന് ഈ ഹീറ്റ് ബോയിൽ പോലെ വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. യൂറിനറി ഇൻഫെക്ഷന്റെ ഒപ്പം ഹീറ്റ് ബോയിലും കൂടെ വരികയാണെങ്കിൽ നമുക്ക് കൽക്കേരിയ കാർബ് കൊടുത്തു നോക്കാം. പിന്നെ അതുപോലെ തന്നെ ബെർബറി സൾഗാരിസും ഇതുപോലെ ഒഫൻസീവ് ആണ്. അതിലും ഇതുപോലെ തന്നെ വൈറ്റ് സെഡിമെന്റ് ഉണ്ടാവും. പിന്നെ ഈ എന്താണ് നമ്മൾ ആസിഡ് ബെൻസിനെ പറഞ്ഞില്ലേ, റുമാറ്റിക് ഡയാത്തസിസ്, ഇതുപോലെ ഇവർക്ക് ആർത്രൈറ്റിക് ടെൻഡൻസി ഉണ്ടാവും ഈ ബെർബറി സൾഗാരിസിന്. അതുകൊണ്ടാണ് നമുക്ക് ഈ ബാക്ക് ഏക്ക് ഒക്കെ വരുമ്പോൾ നമ്മൾ ബെർബറി സൾഗാരിസ് വണ്ണം ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കുമ്പോൾ അത് മാറുന്നുണ്ടല്ലോ. അത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ കിഡ്നി കംപ്ലൈന്റ്, റീനൽ ഇതും കൂടിയാണ് അതുകൊണ്ട് വരുന്നത്. പിന്നെ ഇതിന് വരുന്നത് റെഡിഷ് ആയിട്ട്
തരിതരിയായിട്ടുള്ള ഡിപ്പോസിറ്റ് ആയിരിക്കും ഈ യൂറിൻ ബെർബറി സൾഗാരിസിന്. പിന്നെ അവർക്ക് അതുപോലെ തന്നെ ഈ കളിമണ്ണ് പോലത്തെ മ്യൂക്കസ് കൂടി അവരുടെ ഈ യൂറിനിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ എന്താ പറയണേ, അവരിങ്ങനെ പറയും ഈ നമുക്ക് പുറത്ത് ഇങ്ങനെ ഒരുതരം ഇങ്ങനെ കൊമള വരണ പോലെ അങ്ങനെയുള്ള ഒരു സെൻസേഷൻ വരുന്നു ഡോക്ടറെ എന്ന് പറയും ആ വേദന വരുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ബെർബറി സൾഗാരിസ് ഷുവർ ആയിട്ട് വർക്ക് ചെയ്യും. ഞാനാണെങ്കിൽ അപ്പ കൊടുക്കുന്നത് വണ്ണമാണ്. വണ്ണം ഒരു ഞാൻ 3 ഡോസ് ഒക്കെ കൊടുക്കും കേട്ടോ. 3 ഡോസ് ഇൻറ്റു 4 ഡേയ്സ്. അവരുടെ നടുവേദന പമ്പ അടക്കും. പിന്നെ അവർക്ക് നടുവേദന എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവാറില്ല. പിന്നെ അതുപോലെ തന്നെ പിന്നൊരു ഇതാണ് നമ്മുടെ ലൈക്കോപോഡിയം. ലൈക്കോപോഡിയത്തിനും ഈ പറഞ്ഞ പോലെയാണ് ഓഫൻസീവ് യൂറിനാണ് ഈ ആർത്രൈറ്റിക് ട്രബിൾ ഉണ്ടാവും. അതുപോലെ തന്നെ ലൈക്കോപോഡിയത്തിനും ഇതുപോലെ റെഡ് സാൻഡി ലൈക്ക് സെഡിമെന്റ് ആയിരിക്കും. മറ്റേത് റെഡ് മീലി ലൈക്കാണ് ഈ ബെർബറി സൾഗാരിസിന്, കരിതരിയായിരിക്കും. ഇതാണെങ്കിൽ ഇത്രയും കൂടി സാൻഡ് പോലെ ഉണ്ടാവും ഈ ലൈക്കോപോഡിയത്തിന്റെ ഇത്. പിന്നെ അവർക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോഴും പ്രയാസം ഉണ്ടാവും. പിന്നെ അവർക്ക് യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ സുഖം ഉണ്ടാവും ഈ ലൈക്കോപോഡിയത്തിന്. പിന്നെ എന്താ പറയണേ, പിന്നെ ഒരു പറയാനുള്ളത് ഗ്രീൻ യൂറിൻ ഉണ്ട് ജനെ, ഗ്രീൻ കളറിലെ യൂറിൻ. ഗ്രീൻ കളർ യൂറിൻ, മെഥിലിൻ ബ്ലൂ. ഏതാ? മെഥിലിൻ ബ്ലൂ. മെഥിലിൻ ബ്ലൂ. ഗ്രീൻ കളറിലെ യൂറിൻ വിത്ത് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ബ്ലഡ്. പിന്നെ അതുപോലെ തന്നെ ലിഥിയം കാർബിനും ഇങ്ങനെ ആർത്രൈറ്റിക് ട്രബിൾ വരുമ്പോൾ ഉണ്ടാവുന്ന ഈ യൂറിനറി ഇൻഫെക്ഷൻ നമ്മൾ ഇങ്ങനെയുള്ള മെഡിസിൻ എല്ലാം കൊടുത്താൽ നമുക്ക് ആർത്രൈറ്റിക് കംപ്ലൈന്റും നമുക്ക് കവർ ചെയ്യാൻ പറ്റും, ഈ യൂറിനറി ഇൻഫെക്ഷൻ കവർ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ യൂറിന്റെ കളർ നോക്കിയിട്ട് നമുക്ക് മെഡിസിൻ കൊടുക്കാം. ആസിഡ് നൈട്രിക് ആണെങ്കിൽ ഡാർക്ക് റെഡ് ആയിരിക്കും. പിന്നെ ബെൻസോയിക് ആസിഡിന്റെ ആണെങ്കിൽ അതിനേക്കാട്ടിലും ഡാർക്ക് ആയിരിക്കും. പിന്നെ ടെറിബെന്തിനം ആണെങ്കിൽ സ്മോക്കി കളർ വിത്ത് മോറോലെസ് ഡീകമ്പോസ്ഡ് ബ്ലഡ് ഈ ഇതില് ടെറിബെന്തിനത്തിന്. അതുപോലെ തന്നെ അതിന് പിന്നെ വേറൊരു ഇത് കൂടി പറയും, മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ കാപ്പിയുടെ അത് അടി പോലെ ഇരിക്കും ഡോക്ടറെ എന്ന് പറയും. അതിനും ഈ ടെറിബെന്തിനം നല്ല മെഡിസിനാണ്. പിന്നെ അത് ഈ ഇങ്ങനെ ടെറിബെന്തിനന്റെ അതുപോലെ തന്നെയാണ് ഹെലിബോറസിനും ഇങ്ങനെ യൂറിന് ഇങ്ങനെ കോഫി ഗ്രൗണ്ട് കളറ് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഹെലിബോറസ് എനിക്ക് ഹെലിബോറസിന്റെ ഈ ഒരു കളർ മാത്രം നോക്കിയിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു സ്ട്രോക്ക് വന്നിട്ട് ഇങ്ങനെ തല എപ്പോഴും ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും. അപ്പോഴും ഞാൻ ഹെലിബോറസ് ആണ് എൻ്റെ മനസ്സിൽ വന്നിരുന്നത്. പക്ഷെ അത് എങ്ങനെയാണ് കൊടുത്താൽ എങ്ങനെയാണെന്ന് ഇങ്ങനെ സംശയിച്ച് നിൽക്കുമ്പോൾ നോക്കുമ്പോൾ അയാൾ യൂറിൻ പാസ് ചെയ്തേക്കണം, അതിൽ നല്ല കറുത്ത കളറിൽ യൂറിൻ ഇരിക്കണം. അപ്പൊ ഞാൻ അയാൾക്ക് അതാ കൊടുത്തത്. പിന്നെ അയാൾ അതിൽ നിന്ന് അയാൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഹെലിബോറസിനെ ആലോചിക്കുമ്പോൾ ഞാൻ ഈ ആളുടെ തലയിട്ട് ഇങ്ങനെ ഈ തലോണയിൽ കിടന്നുകൊണ്ട് തലയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആട്ടുന്നത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. പിന്നെ അതുപോലെ അവരുടെ ഈ ടെറിബെന്തിനത്തില് ആൽബൂമിൻ നല്ലോണം ഉണ്ടാവും ഈ ഇതില് യൂറിനില്. പിന്നെന്താ ഗ്രീൻ യൂറിൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ യെല്ലോ കളർ ഡാർക്ക് യെല്ലോ കളർ യൂറിൻ ആയിരിക്കും നമ്മുടെ തെലിഡോണിയത്തിന്. അത് ഈ നമ്മൾ ഇതില് അവരൊരു യൂറിനലില് ഇതിന്റെ പാത്രത്തിന്റെ അടിയിൽ ആ കളറ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ സിനയാണെങ്കിൽ ഈ എന്താണ് പെയിൽ കളേർഡ് യൂറിൻ ആയിരിക്കും, ധാരാളം യൂറിൻ പോവും. പക്ഷേ ഈ സിനയുടെ മൂത്രം കുറച്ചു നേരം ധാരാളം മൂത്രം ഒഴിക്കും കുഞ്ഞ്. അത് അവിടെ ഞാനും കെട്ടിക്കിടക്കുകയാണെങ്കിൽ അത് നമ്മൾ തൂത്തില്ലെങ്കിൽ അത് വൈറ്റ് സെഡിമെന്റ് അവിടെ കാണാം. അതേപോലെ തന്നെയാണ് കാമോമിലയ്ക്കും ഇതുപോലെ പ്രൊഫ്യൂസ് യൂറിൻ ഉണ്ട്. പക്ഷെ കാമോമിലയുടെ യൂറിൻ എത്ര ഇങ്ങനെ ഉണങ്ങിയാലും ആ വൈറ്റ് സെഡിമെന്റ് ഉണ്ടാവില്ല. സിനയും കാമോമിലയും തമ്മിൽ നമുക്ക് ഡിഫറൻസ് ചെയ്യാവുന്ന ഒരു പോയിന്റ് അതാണ്. പിന്നെ നമ്മള് ഇങ്ങനെ വാശി പിടിക്കുമ്പോൾ എടുത്താലും ഇതാവില്ല. അങ്ങനെയൊക്കെയുള്ള പോയിന്റിന്റെ കൂട്ടത്തിൽ ഇതും കൂടി ഞാൻ അവരോട് ചോദിക്കാറുണ്ട്. യൂറിൻ പാസ് ചെയ്ത് അവിടെ വെള്ള പാടുണ്ടാവാറുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ സിന കൊടുക്കും.
ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ക്യാമോമില കൊടുക്കും. അവര് പിന്നെ ക്യാമോമില കുട്ടിയെ എടുത്താൽ കുട്ടി കരച്ചിൽ മാറ്റുന്നും പറയുമല്ലോ, അങ്ങനെ നമുക്കത് കിട്ടും. അതിനെ ഒന്നുകൂടെ നമുക്ക് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഇത് രണ്ടിലും തമ്മിൽ നല്ല വ്യത്യാസമുള്ള ഇതുണ്ട്. പിന്നെ എന്താ പറയുന്നത്, പിന്നെ ഒരു വെർബാസ്കം ഉണ്ടല്ലോ, വെർബാസ്കം. ആ വെർബാസ്കം ലോങ് സ്റ്റാൻഡിങ് എന്യൂറിയാസിസ് ഉള്ള പേഷ്യന്റ്, അത് പിന്നെ ഇത് കോൺസ്റ്റന്റ് ഡ്രിബ്ലിംഗ് ഓഫ് യൂറിൻ 2 ഡ്രോപ്പ് കൊടുക്കാനാണ് പറയുന്നത് വെർബാസ്കം. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ ഒരു ബാർക്കിംഗ് കോഫും വെർബാസ്കത്തിന്റെ ചുമ അതും കൂടി ഉണ്ടെങ്കിൽ വെർബാസ്കത്തിന്റെ ആക്ഷൻ. വെർബാസ്കം നമ്മുടെ ബിജു പറയണത് വെർബാസ്കം ഇന്നലെ ഒരു സ്റ്റോർ ഓഫ് മിൽക്കില് ഒരു 3 ഡ്രോപ്സ് ടിഞ്ചർ ഇട്ടിട്ട് ഓയിൽ ഇട്ടിട്ട് നേരെ കൊടുക്കാനാ പറയുന്നത്. ഈ അങ്ങനെയുള്ള ആ ഒരു ഇറിറ്റേറ്റിംഗ് കോഫ് പെട്ടെന്ന് പോകുമെന്ന് പറയും. അതുപോലെ തന്നെ ഈ കോസ്റ്റിക്കത്തിന്റെ സെഡിമെന്റ് നമുക്ക് ഒന്നും ഈ പൾസാറ്റയുടെ കാര്യം പറയാം, എപ്പോഴും ചേഞ്ചിങ് ആയിരിക്കും. ചിലപ്പോൾ പറയും ഡാർക്ക് ആണെന്ന്, ചിലപ്പോൾ പറയും വൈറ്റ് ആണെന്ന്, ചിലപ്പോൾ ഡിഫറെന്റ് കളറിൽ ഈ കോസ്റ്റിക്കത്തിന് ഇത് വരും, ഈ സെഡിമെന്റ് ഉണ്ടാവും. അതുപോലെ തന്നെ കോസ്റ്റിക്കത്തിന് വേറൊരു ഇതാണെന്ന് വെച്ചാല് ഈ അവർക്ക് നിന്നാലേ മൂത്രം പോവുള്ളൂ. അതുപോലെ തന്നെ അവർക്ക് ഒന്ന് തുമ്മിയാലും ഇത് ചുമച്ചാലും ഒക്കെ ഇങ്ങനെ പോവുമല്ലോ. പിന്നെ ഈ കോസ്റ്റിക്കത്തിന് ഒരു ഇത് പറയുന്നത്, അവർ ആ യൂറിൻ പാസ് ചെയ്താൽ ആ യൂറിൻ പാസ് ചെയ്തു എന്നുള്ള ഒരു ബോധം ഉണ്ടല്ലോ, അത് അവർക്ക് അറിയില്ല. അവർക്ക് അവിടെ ഒരു നംനെസ് പോലെയാ. യൂറിൻ പാസ് ചെയ്താലും ദേ ആർ അൺകോൺഷ്യസ് അബൌട്ട് ഇറ്റ്, നോട്ട് കോൺഷ്യസ് അബൌട്ട് ഇറ്റ്. അതാണ് ആ ഒരു കോസ്റ്റിക്കത്തിന്. നമുക്ക് തോന്നും അത് അവിടെ അവര് പറയുന്നത് ഇങ്ങനെ യൂറിൻ പോണത് എനിക്ക് അറിയേയില്ല ഡോക്ടറെ എന്ന് പറയും. ഇങ്ങനെ ക്ലോസറ്റിൽ വീണ് ഒറ്റയിട്ടിട്ടാണ് യൂറിൻ പോണത് എന്ന് പറയും. അതിന് കോസ്റ്റിക്കം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ നംനെസ്സും അല്ല ആ ഒരു സെൻസേഷൻ അവർക്ക് അത് തിരിച്ചു കിട്ടും. പിന്നെ പറഞ്ഞില്ലേ ഈ ആൽബുമിൻ ഇതിലല്ലേ, നാട്രം ആഴ്സിന് മ്യൂക്കസും ഫോസ്ഫേറ്റ്സും ഉണ്ടാവും. പിന്നെ നമ്മൾ എപ്പോഴും പറയും റോപ്പി മ്യൂക്കസ് ആണെങ്കിൽ നമ്മൾ ഉടനെ റോപ്പി മ്യൂക്കസ് ഇങ്ങനെ മ്യൂക്കസ് ഇങ്ങനെ നൂല് പോലെ വരണമെന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ കാലിബൈക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിനേക്കാട്ടിലും നല്ലൊരു മെഡിസിനാണ് ഈ ഹീമാഫീല. ഹീമാഫീല എപ്പോഴും ഇതുപോലെ ഇങ്ങനെ നൂല് പോലെ മ്യൂക്കസ് വരും. പിന്നെ അതുപോലെ തന്നെ ഈ ഫ്രീക്വന്റ് യൂറിനേഷൻ, അത് രാത്രി ആവുമ്പോൾ അവർക്ക് എപ്പോഴും മൂത്രം ഒഴിക്കണം എന്ന് തോന്നും. പിന്നെ അതുപോലെ തന്നെ അവർക്ക് വേറൊരു ഇതുണ്ട്, അവർ ആ പെരിനിയത്തില് ഒരു ദേ ഫീൽ ആസ് ഇഫ് ദേ ആർ സിറ്റിംഗ് ഓൺ എ ബോൾ, അങ്ങനെ ഒരു സെൻസേഷനും അവർ പറയുന്നുണ്ട്. ഫൈക്കസ് പിന്നെ ബ്ലീഡിങ് മാത്രമായിരിക്കും, യൂറിൻ പോകുന്നത് കൂടുതൽ ബ്ലീഡിങ് ആയിരിക്കും. നമുക്ക് ഹമാമിലിസ് പോലെ തന്നെ, ഹമാമിലിസ് നമുക്ക് കൊടുക്കാറുണ്ട്. ഫൈക്കസ് നോക്ടോർണൽ എന്യൂറിയസിന് നമുക്ക് സെപ്പിയ, ഒരു ചാറ്റ് ബോക്സിൽ വന്ന എന്യൂറിയാസിസിനെ സെപ്പിയ, കൽക്കേരിയ കാർബ്, ഇക്വിസിറ്റം, ക്രിയോസോട്ട്, പൾസാറ്റില. ഈ സിങ്കമെറ്റ് ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ ഇത് അങ്ങനെ പുറകോട്ട് ചരിഞ്ഞിരുന്നാലേ മൂത്രം പോവുള്ളൂ. അതുപോലെ തന്നെ ക്രിയോസോട്ടിന് ഇനബിലിറ്റി ഓഫ് യൂറിനേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ചിലർക്ക് കുട്ടികൾ ഇങ്ങനെ പാസ് ചെയ്യില്ലല്ലോ. അപ്പൊ നമ്മള് ഒരു പാരാലിസിസ് സിംറ്റംസ് ആയിരിക്കും തോന്നുന്നുണ്ടാവുക. ആ സമയത്ത് നമ്മൾ ഓപ്പിയം കൊടുക്കും. ഓപ്പിയം കൊടുത്താൽ അത് കുറച്ച് ഇഫക്റ്റീവായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ ഈ ക്രിയോസോട്ടിന് വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവർ കിടന്നാല് നല്ല മൂത്രം പോകും. അപ്പൊ ഈ ബെഡ് റിഡൺ ആയിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ എണീപ്പിച്ചിരുത്തി എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മള് ബോഡിയൊക്കെ ഇത് ചെയ്ത് അവരെ കിടത്തുമ്പോഴത്തേക്കും അവർക്ക് യൂറിൻ പോകും. അവര് വാസ്തവത്തില് ഈ ഹോം നേഴ്സൊക്കെ അവരെ കണ്ടമാനം ചീത്ത പറയും. പക്ഷെ അവരുടെ ആ ഇനബിലിറ്റി ടു പാസ് യൂറിൻ വൈൽ സിറ്റിംഗ് ആണ് അവര് വരുന്നത്. അവർ ഇരിക്കുമ്പോൾ അവരോട് ചോദിക്കും മൂത്രം ഒഴിക്കണോ എന്നൊക്കെ ചോദിക്കും.
പക്ഷെ വേണ്ടാന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് അവരെ കിടത്തുമ്പോഴത്തേക്കും അവര് യൂറിൻ പാസ് ചെയ്യും. അങ്ങനെ ഈ ക്രിയോസോട്ടിന് അങ്ങനെ ഒരു പ്രത്യേക ഒരു പർട്ടിക്കുലർ സിംറ്റം ഉണ്ട്. എനിക്ക് എൻ്റെ ഒരു ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്ക് അങ്ങനെ ഒരു സിംറ്റം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പൊ ഞാനത് ക്രിയോസോട്ടം അല്ല ഇത് കൊടുത്തിട്ട് അത് ക്രിയോസോട്ട് സ്വപ്നം കാണും യൂറിൻ പോകുന്നതായിട്ട്. അതെ, അവിടെ ഉം. ബാത്റൂമിലാണ് ഇരിക്കണേന്ന് തോന്നിയിട്ട് ഒരു സ്വപ്നം കാണും. സ്വപ്നം അതാണ് കാണും. അപ്പൊ ക്രിയോസോട്ട്. അവര് അറിയാതെ യൂറിൻ പോവുകയും ചെയ്യും. ന്യൂറിയാസിസിന് ട്യൂബർക്കുലം കൂടെ കൊടുക്കണം കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ട്യൂബർക്കുലം, കൽക്കേരിയ കാർബ് അങ്ങനെ അത് കൊടുത്തിട്ട് വേണം. പിന്നെ ഏജും കൂടെ ന്യൂറിയാസിസ് പ്രായമുള്ളവർക്കും കൂടെ വരാറുണ്ട്. എനിക്ക് എൻ്റെ അടുത്ത് വരുന്നുണ്ട് ഒരു 18-19 വയസ്സുള്ള ഒരു പെൺകുട്ടി വരുന്നുണ്ട് ന്യൂറിയാസിസിന്. അപ്പൊ ഞാൻ ആ കുട്ടിക്ക് ഇക്വിസിറ്റം ടിഞ്ചറും പിന്നെ ട്യൂബർക്കുലം, കൽക്കേരിയ കാർബും കൊടുത്തിട്ടാണ് കൺട്രോൾ ആയിട്ട്. അതുപോലെ തന്നെ നിന്നാലേ മൂത്രം പോകുള്ളൂ എന്ന് പറഞ്ഞില്ലേ കോസ്റ്റിക്കത്തിന്, അതുപോലെ തന്നെയാണ് കൊണിയത്തിനും. കൊണിയത്തിനും ഇങ്ങനെ ഒരു സിംറ്റം ഉണ്ട്. പിന്നെ പെട്രോസെലിനത്തിന്റെ കുട്ടികള്, ചില കുട്ടികൾ നമ്മുടെ അടുത്ത് കൊണ്ടുവരും. അവര് യൂറിത്രയില് ചെറിയ ഇറുക്കിലിട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വരും. അത് ശരിക്കും പറയുകയാണെങ്കിൽ അവർക്ക് ആ ഇറിറ്റേഷൻ, അവരുടെ വേറെ കേസ് സ്വഭാവം കൊണ്ടൊന്നല്ല, അത് ആ ഇറിറ്റേഷനും ഇച്ചിങ്ങിന്റെ യൂറിത്ര കൊണ്ടാണ് അവർ അങ്ങനെ ഇട്ടു പോണത്. മനസ്സിലായോ? പെട്രോസെലിനോ. അപ്പൊ ഞാൻ അതിനെപ്പറ്റി അങ്ങനെ ഒരു കേസിനെ പറ്റി ഇവിടെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് ഡോക്ടർ ജയലളിത എപ്പോഴും പറയും, ഞാൻ ഇനി എന്റെ ജീവിതത്തിൽ പെട്രോസെലിനെ മറക്കൂലെന്ന്. ആ കൊച്ചിന്റെ കാര്യം പറഞ്ഞിട്ട് കൊച്ചിങ്ങനെ ഇട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അത് പറഞ്ഞപ്പോ ജയലളിത പറഞ്ഞതാണെന്ന്, ഇനി ഞാൻ എന്റെ ജീവിതത്തിൽ പെട്രോസെലിനെ മറക്കൂലെന്ന്. കാരണം അതില് ഒരു കമ്പിട്ട് ചൊറിയാൻ തോന്നും അവർക്ക്. ഇത്രയൊക്കെയാണ് ഞാൻ നോക്കി വെച്ചത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ, അല്ലേ ശാന്തേ? ശാന്ത മ്യൂട്ടാ. സംശയം ചോദിക്കട്ടെ, അപ്പൊ പറഞ്ഞു. അറിയാമേ? ഞാന് മാഡം പറഞ്ഞത് സ്മെല്ല്, കളറ്, സെഡിമെന്റ്, പിന്നെ പാസേജ് ഓഫ് യൂറിൻ നോക്കിയും മരുന്ന് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അങ്ങനെ, അപ്പൊ നമുക്ക് ഒരു ഒറ്റ മെഡിസിനിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റും. അപ്പൊ ഹെപ്പാസൾഫ് പറഞ്ഞു വെർട്ടിക്കൽ ഫ്ലോ ആന്ന്. ആസിഡ് ഫോഴ്സും അലൂമിനിയം സ്ലോ ആന്ന് പറഞ്ഞു. എന്തോ? ആസിഡ് ഫോഴ്സും അലൂമിനിയം സ്ലോ ആന്ന് പറഞ്ഞു. ആസിഡ് മ്യൂറും അലൂമിനിയം യൂറിൻ പാസ് സ്ലോലി, ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ പതുക്കെ പോകുള്ളൂ. തുള്ളി തള്ളിയല്ല, ഡ്രിബിളിംഗ് അല്ല, പതുക്കെ. സ്ട്രീം വളരെ കുറവായിരിക്കും. ഫ്ലോ വെച്ച് ആ രണ്ട് ഇതേ ഉള്ളല്ലേ? പിന്നെ ആ ഫ്ലോയിന്റെ, പിന്നെ ഇത് ഇതില് ഈ സിങ്കമെറ്റിന് ഇങ്ങനെ നടു പുറകോട്ട് വളച്ചാലേ യൂറിൻ പോകുള്ളൂ. അതും ആ ഫ്ലോയിൽ നമുക്ക് പെടുത്താവുന്നതാണ്. അതുപോലെ കിമാഫിലൊക്കെ ഇല്ലേ, കാലകത്തി വെച്ച് കീമാഫിലെ ഇങ്ങനെ കാലകത്തി വെച്ചാലേ അങ്ങനെ. അതൊക്കെ നമ്മൾ അങ്ങനെയൊക്കെയുള്ള ഓരോ സിംറ്റംസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു മെഡിസിനിലേക്ക് പോവാം. ജയലളിത ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തൊന്ന് സംസാരിക്കാവോ? അമ്പാടി ഡോക്ടറെ ഓർമ്മിച്ചു. അമ്പാടി ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കില്ല. അതുപോലെ തന്നെ അമ്പാടി ഡോക്ടർ പഠിപ്പിച്ചു തന്നാണ് മാക്ഫോസ്. കത്തീട്രൈസേഷൻ കഴിഞ്ഞിട്ട് വരുന്ന ആ ബുദ്ധിമുട്ടുകൾക്ക് മാക്ഫോസ് കൊടുത്താൽ നല്ല റിലീഫ് ഉണ്ടാവുന്നു. ഓക്കെ, താങ്ക് യു. ആണോ? അത് കീനോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് മുഴുവൻ പഠിപ്പിച്ചു തന്നത് അമ്പാടി ഡോക്ടർ ആട്ടോ, അതുകൊണ്ട് അതൊന്നും മറക്കൂല. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ടു ഹോമിയോപ്പതി, താങ്ക്സ് ടു അനിമാൻ, ആൻഡ് താങ്ക്സ് ടു യു ആൾ, അല്ലേ ശാന്തേ? ഒരു തുള്ളി മൂത്രം അവസാനം നിൽക്കുന്നു എന്ന് തോന്നുന്നതിനുള്ള മരുന്ന് ചോദിച്ചിരിക്കുന്നു. കന്നാബി സട്ടൈവയ്ക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. കാരണം ഒരു യൂറിൻ ഇനിയും പാസ് ചെയ്യാനുണ്ട് എന്ന് തോന്നിയിട്ട് അവർ എസ്പെഷ്യലി മെയില് അവർ ഇതിന്റെ അവിടെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യും. പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു ലാസ്റ്റ് ഡ്രോപ്പും കൂടെ പോകും. കന്നാബി സട്ടൈവയ്ക്ക് ഉണ്ട്. പിന്നെ വേറൊരു മെഡിസിൻ കൂടെ ഉണ്ട്, പക്ഷെ എനിക്ക് ഓർമ്മ വരുന്നില്ല. ശാന്തയ്ക്ക് ഓർമ്മയുണ്ടോ? ഇത് മൈൽഡ് BPH കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കന്നാബി സട്ടൈവ BPH കൊടുക്കാമല്ലോ.
ശാന്തയ്ക്ക് അറിയോ? ശാന്ത ഓർമ്മ ആവുന്നുണ്ടോ? ഇല്ല, Want ഓർമ്മ to press the tip of urethra. ഒരു യൂറിൻ ഒരു ഡ്രോപ്പും കൂടി അവിടെ ഉണ്ട് എന്നൊക്കെ കന്നാബിസ് ഇൻഡിക്കേറ്റ് ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇനി ഒരു മെഡിസിൻ കൂടി ഉണ്ട്. അത് നമ്മൾ വായിച്ചിട്ടുണ്ട്. നമ്മള് മറന്നുപോയി. മറന്നുപോയി. സൂര്യ കഴിഞ്ഞേ. എപ്പിസിനുണ്ടോ അങ്ങനെ? സൂര്യ പറയാൻ തോന്നുന്നു. സൂര്യ അതെ, hand സൂര്യ raise പറയും. ചെയ്തിട്ടുണ്ട്. സൂര്യ ഞങ്ങളുടെ ഗാങ്ങിലുള്ള ആളാ. സൂര്യ ഡോക്ടറെ സംസാരിക്കാം. അൺമ്യൂട്ട് ചെയ്ത് സൂര്യ സംസാരിക്കാം. കം. കേൾക്കാനും വയ്യ, കാണാനും വയ്യ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും അല്ലേ? എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാവുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. ഡയറക്റ്റ് കുത്തിയാൽ മതി. ഒരു ഡോക്ടറെ unmute ചെയ്തു. അതെ, ജിജി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അതൊന്നല്ല, ഈ പ്രോട്ടീൻയൂറിയ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ നേരത്തെ? അപ്പൊ എന്റെ ഒരു അനുഭവം പറയാനായിരുന്നു. എനിക്കൊരു പേഷ്യന്റ്, അയാൾ എപ്പോഴും യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ, അയാൾ വർഷങ്ങളും കൊണ്ട് അയാൾ എപ്പോഴും യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അയാളുടെ യൂറിൻ ഇങ്ങനെ 3 പോസിറ്റീവ് ആണ് പ്രോട്ടീൻ കാണിക്കുന്നത് എപ്പോഴും. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് അയാൾക്കറിയില്ല. കിഡ്നി കംപ്ലൈന്റ് ഒന്നും ഇല്ല. പല ഡോക്ടേഴ്സിനെ അയാൾ കണ്ടതാണ്. പക്ഷെ ഈ പ്രോട്ടീൻ മാത്രം എപ്പോഴും 3+, ചിലപ്പോ 4+ അങ്ങനെയൊക്കെ വരും. അപ്പൊ ഒരിക്കൽ അയാള് എന്റെ അടുത്ത് വന്നത് വേറൊരു കംപ്ലൈന്റിനാണ്. അതായത് സ്കിന്ന് ചൊറിച്ചില്, അതായത് എപ്പോഴും കുളിച്ചു കഴിയുമ്പോ ഒരു ഭയങ്കര ചൊറിച്ചില്, അർട്ടിക്കേരിയ പോലെയൊക്കെ വരും. അപ്പൊ അതിന്റെ കൂടെ ജസ്റ്റ് ഇതൊന്നിങ്ങനെ പറഞ്ഞു എന്റെ അടുത്ത്. അപ്പൊ ഞാൻ റിപ്പോർട്ട് കാണിക്കാൻ പറഞ്ഞപ്പോ കയ്യിലുണ്ടായിരുന്നു. അയാള് രണ്ടും കൂടെ ആദ്യം സ്കിന്നിന്റെ ചോദിച്ചിട്ട് പിന്നെ ഇത് ചോദിക്കാന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ അയാൾക്ക് ഞാൻ കൊടുത്തിരുന്നത് പൾസാറ്റില 10mg, ബോവിസ്റ്റ ആ ചൊറിച്ചിലിനും കൂടെ, പിന്നെ ഈൽ സീറം ഞാൻ കൊടുത്തിരുന്നു. പിന്നെ ഇപ്പൊ 1 വർഷം മേലെയായി. അയാൾ 1 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ എന്റെ അടുത്ത് വരുന്നത്. അപ്പൊ എന്റെ ചൊറിച്ചിലും പോയി, അയാളുടെ യൂറിൻ നോർമലാണ്. ഇപ്പൊ ഇയാൾക്ക് ഈ പ്രശ്നം ഉള്ളതുകൊണ്ട് ഇയാള് റിപ്പീറ്റഡ്ലി യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. ആ ചെയ്യുമ്പോഴൊക്കെ ഇപ്പൊ യൂറിനില് പ്രോട്ടീനൂറിയ ഇല്ല, നോർമലാണ്. അപ്പൊ ഈൽ സീറം എന്നൊരു ആക്ഷൻ ഉണ്ട്. പിന്നെ ചിലപ്പോ അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് പൾസാറ്റിൽ ആക്ട് ചെയ്തതും ആകാം. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഇവിടെ പ്രോട്ടീനൂറിയ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പൊ അതുകൊണ്ട് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. താങ്ക് യു. ഈൽ സീറം 30 ഞാൻ TDS ആയിട്ടാ കൊടുത്തത്. കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം കാണും അയാളുടേതാണ്. അതാണ് കിഡ്നി റിലേറ്റഡ് ആയിരിക്കും. ബാക്കി യൂറിയ, ക്രിയാറ്റിനാസ് അതെല്ലാം നോർമൽ ആയിരുന്നു. അയാൾക്ക് വേറെ ഒന്നും പ്രശ്നമില്ല. വേറെ സിംറ്റമാറ്റിക് ആയിട്ടും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അയാളുടെ അർട്ടിക്കേരിയ മാറി, പ്രോട്ടീനൂറിയം മാറി. പിന്നെ അയാൾക്ക് ഫുഡ് ഇൻടേക്കും കൂടി ഒരു പ്രശ്നമായിരിക്കും കേട്ടോ. മോർ പ്രോട്ടീൻ കണ്ടന്റ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ. അങ്ങനെയില്ല, അങ്ങനെ ഒരുപാട് കഴിക്കുന്ന കൂട്ടത്തില്ല. സാധാ പക്ക പാലക്കാടുകാരനാണ്. അപ്പൊ പിന്നെ അങ്ങനത്തെ ഭയങ്കര ഇറച്ചി, മീന്, തീറ്റ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. സൂര്യ ഡോക്ടർക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറയുന്നു. സൂര്യ ഡോക്ടർക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റണില്ലേ? സനേഷ് ഡോക്ടർ രീതിയിലാണ് ദേവൻ ഡോക്ടർ ഇടയ്ക്ക് സംസാരിക്കാൻ വന്നായിരുന്നു. ആ 1 ഡ്രോപ്പ് റിമൈൻഡ് ചോദിച്ചിരുന്നില്ലേ? അതിനെ കാലിബൈക്കാണ്. ഓക്കെ. അപ്പൊ ഒന്ന് പ്രസ് ചെയ്താലേ യൂറിൻ പോകുള്ളൂ അല്ലേ അരി? 1 ഡ്രോപ്പ് റിമൈൻഡ് അല്ല, അപ്പൊ അങ്ങനെ റിമൈൻ ചെയ്യുമ്പോഴേ അങ്ങനെ പറയുന്നില്ല. യൂറിൻ പോവോ? അങ്ങനെയില്ല, ഇല്ല. എപ്പോഴും 1 ഡ്രോപ്പ് റിമൈൻഡ് ഫീലിംഗ്, ഒരു ഫീലിംഗ് ആണ്, സെൻസേഷൻ ഫീലിംഗ് ആണ്. പക്ഷെ ഇത് കന്നാബിസ് എന്ന് വെച്ചാൽ അതൊന്ന് പ്രസ് ചെയ്താല് അവര് പറയും യൂറിൻ പാസ് ചെയ്താൽ അവിടെ ഒന്ന് പ്രസ് ചെയ്യണം ഡോക്ടറെ, അപ്പോഴേ ആ ലാസ്റ്റ് ഡ്രോപ്പും കൂടെ പോവുള്ളൂ എന്ന് പറയും. പിന്നെ നിങ്ങൾ ആരും ഒരു മരുന്ന് പറയാത്തതുകൊണ്ട് ഞാൻ ഒരു മരുന്നിന്റെ പേര് പറയാം. സ്റ്റിഗ്മാറ്റമയാഡിസ്. പ്രോസ്റ്റേറ്റ് സിയും കൂടെ കവർ ചെയ്യുന്ന നല്ല ബെസ്റ്റ് മെഡിസിൻ. അതിന്റെ സിംറ്റംസ് എന്താ, പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? അതെ, ഈ BPH-ഉം പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ കൂടെ വരുന്ന പേഷ്യന്റിന്
ബെസ്റ്റ് മെഡിസിൻ ആണ്. രണ്ടും കൂടെ ചേർന്ന് വരുന്നതിന് നല്ല മെഡിസിൻ ആണ്. പിന്നെ ബാക്കിയെല്ലാം ഒത്തിരി ഒത്തിരി മരുന്നുകൾ പറഞ്ഞല്ലോ. ഹൈഡ്രാഞ്ചിയ പറഞ്ഞില്ല. ഹൈഡ്രാഞ്ചിയ വരുന്നവർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറിനറി സ്റ്റോൺ, കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് ഹൈഡ്രാഞ്ചിയ കൊടുക്കുകയാണെങ്കിൽ ഇത് പൊടിയുകയും ചെയ്യും, അവരുടെ ഹൈഡ്രോനെഫ്രോസിസ് കുറയുകയും ചെയ്യും. ഈ മൈക്രോ ആൽബുമിനൂറിയക്ക് എങ്ങനെയാണ് അതിന്റെ മൈക്രോ ആൽബുമിനൂറിയ എന്ന് പറയുന്നത്? മൈക്രോ ആൽബുമിനൂറിയ എന്ന് പറയുന്നത് അത് കിഡ്നി ഡയബറ്റിക് നെഫ്രൈറ്റിസ് ഒക്കെ വരുമ്പോഴല്ലേ, ഡയബറ്റിക് നെഫ്രോപ്പതി ഒക്കെ കൂടുമ്പോഴാണ് മൈക്രോ ആൽബുമിൻ വരുന്നത്. അപ്പൊ അതിന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടും കൊടുക്കണം. പിന്നെ ഈൽസിറം ആണ് അതിന്റെ മെഡിസിൻ. ഈൽസിറം ഉവ്വ ഉർശി വരുന്നുണ്ട്. ഈൽസിറമാണ് അതിന്റെ മെയിൻ ആയിട്ട് വരുന്നത്. ഹലോ പിന്നെ ഹലോ ഹലോ, ആ ഡോക്ടറെ ദേവൻ ഡോക്ടറാണെന്ന് തോന്നുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ ആരും പറയാത്തൊരു മെഡിസിൻ ഉണ്ടല്ലോ, ഈ കാന്താരിസ് എന്തായാലും പറയാതിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു. ഞാനും പറഞ്ഞു എന്റെ വിശ്വാസം. ഞാൻ പറഞ്ഞായിരുന്നു കാന്താരിസ്. ഞാൻ പറഞ്ഞു സപ്രസ്ഡ് യൂറിൻ വിത്ത് റെസ്റ്റ്ലെസ്നെസ്. ഞാൻ പറഞ്ഞായിരുന്നു. അതായത് ആൽബുമിൻ ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ഫ്രീക്വന്റ് അർജിങ് ഉണ്ടാവും, കട്ടിങ് പെയിൻ ആയിരിക്കും, പിന്നെ തുള്ളി തുള്ളി ആയിട്ട് പോവുള്ളൂ യൂറിൻ. അല്ല, സ്പെസിഫിക് ആയിട്ട് ഹോമിയോപ്പതിയില് സിസ്റ്റൈറ്റിസിനും ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവ് അല്ലേ ദേവ? പറയുന്നത് കാന്താരിസ് ആണ്. പിന്നെ ഉള്ളത് അല്ല, സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് സിസ്റ്റൈറ്റിസിന് സ്പെസിഫിക്. പിന്നെ ഹണിമൂൺ സിസ്റ്റൈറ്റിസ് സാഗസാഗ്രിയാണ്. സാഗസാഗ്രിയ ഈ യൂറിൻ റിമെയിൻ ചെയ്യുന്നു എന്നുള്ള തോന്നലും BPH കൂടി ഉണ്ടെങ്കിൽ സാഗസാഗ്രിയ സാധാരണ വരാറുണ്ട്. പിന്നെ ഉള്ളത് നാട്രം കാർബ്. നാട്രം കാർബ് ആഫ്റ്റർ യൂറിനേഷൻ ആണെങ്കിൽ നാട്രം കാർബാണ്. ആഫ്റ്ററും ബിഫോറും ഡ്യൂറിങ്ങും ഉണ്ടെങ്കിൽ കാന്താരിസ് വരും. ബിഫോർ ആണെങ്കിൽ ബോറാക്സ് വരും, ലൈക്കോപോഡിയം വരാം. പിന്നെന്താ പിന്നെ എനിക്ക് തോന്നണത് മെഥിലിൻ ബ്ലൂ പറഞ്ഞില്ല എന്നാണ്. മെഥിലിൻ ബ്ലൂ ഒരുപാട് പസൽസ് ഒക്കെ ഉണ്ടെങ്കിൽ, ലാർജ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. എപ്പീസ് അതുപോലെ ഒരു പ്രധാനപ്പെട്ട മെഡിസിൻ ആണ്. എപ്പീസ് കൂടുതൽ ആൽബുമിൻ പ്ലസ് ആണെങ്കിലും പ്ലെന്റി ഓഫ് പസൽസ് എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് വരുമ്പോൾ ഈ എപ്പീസ് കൊടുത്തു കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് കുറയാറുണ്ട്. പസൽസ് പ്ലെന്റി ആയിരിക്കും. പിന്നെ പിന്നെ പരേരിയ ബ്രേവ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. അല്ല, പരേരിയ ബ്രേവ കോപ്പൈവ അതൊക്കെയാണ്. പിന്നെ എന്താ പറയാനുള്ളത്? ചിമാഫില പറഞ്ഞോന്ന് എനിക്കൊരു ഡൗട്ട്. ചിമാഫില പറയണ കേട്ടു, പരേരിയ ബ്രേവയാണ് പറയാൻ. ചിമാഫില പറഞ്ഞു അത് ഞാൻ കേട്ടായിരുന്നു. പ്രഗ്നൻസിയില് നെഫ്രൈറ്റിസ് വരുവാണെങ്കിൽ നമുക്ക് ഈ മെർക്കോർ നല്ല മെഡിസിൻ ആണ്. സാധാരണ പ്രഗ്നൻസിയില് നമുക്ക് സാധാരണ വരുന്ന ഒരു കണ്ടീഷനാണ് ഈ ആൽബുമിനോടുകൂടി. ദാറ്റ് ഈസ് മെർക്കോർ നല്ല മെഡിസിൻ ആണ്. നല്ല ആക്ഷൻ. പിന്നെ ഈ ഗ്രാനുലാർ ഡീജനറേഷൻ കിഡ്നിയിൽ വരുന്നിട്ടുണ്ടാകുന്നതിനാണെങ്കിൽ പ്ലംബമെറ്റ് നല്ല മെഡിസിൻ ആണ്. ഗ്രാനുലാർ ഡീജനറേഷൻ വന്നിട്ട് നല്ലതാണ്. ഞാൻ കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ഈക്കോളൈ, സ്റ്റഫൈലോകോക്കസ്, പൈറോജൻ, സ്ട്രെപ്റ്റോകോക്കസ്. ഭയങ്കര ഇൻഫെക്ഷൻ ആണെങ്കിൽ ഇത് കൊടുക്കാറുണ്ട്. ഈക്കോളൈ, സ്റ്റഫൈലോകോക്കസ്, പൈറോജൻ.
അതെല്ലാം വണ്ണം എങ്ങനെ പിന്നെ കൊടുക്കണം എന്ന് സ്റ്റാഫി ചോദിക്കരുത്. അതിവിടെ പറയാൻ പറ്റത്തില്ല. അത് എന്തോ എങ്ങനെ എങ്ങനെ കൊടുക്കുമെന്ന് കൊടുക്കുമെന്ന് ചോദിക്കരുത്. അങ്ങനെ ചോദിച്ചവരോട് പറയാൻ പറ്റത്തില്ല. പൈറോജൻ പിന്നെ പിന്നെ ഹൈഡ്രോജൻ ഏതൊക്കെയാ സ്റ്റഫൈലോകോക്കസ് ഈക്കോളൈ സ്റ്റഫൈലോകോക്കസ് പൈറോജൻ പിന്നെ ഏതാ ഈക്കോളൈ ഈക്കോളെ ആ എഴുതി സ്റ്റഫൈലോകോക്കിന് എഴുതി പിന്നെ പൈറോജൻ എഴുതി പിന്നെ സ്റ്റാഫിയോ സാൽസാഗ്രിയോ അല്ല സാക്സാഗിര ചിലപ്പോഴേ ഉള്ളൂ. സാക്സാഗിര അല്ല. സ്ട്രെപ്റ്റോകോക്സും കൊടുക്കാറുണ്ടോ? ഇല്ല. സ്ട്രെപ്റ്റോകോക്സും കൊടുക്കാറുണ്ട്. ഉണ്ടോ? ഉണ്ട് സ്ട്രെപ്റ്റോകോക്സും കൊടുക്കാറുണ്ട്. ഹലോ, കൾച്ചറില് ക്ലബ്സെല്ല വരുവാണെങ്കിൽ ക്ലബ്സെല്ല 30 കൊടുത്തിട്ട് വിതിൻ ഒരു 2 ആഴ്ചക്കുള്ളിൽ കംപ്ലീറ്റ് ക്ലിയർ ആയി. ഏത് മരുന്ന് കൊടുത്തിട്ട് ഫലിക്കാണ്ടോന്നല്ല യൂറിൻ ഇൻഫെക്ഷൻ. ഏത് കൊടുത്താലും ഭരിക്കാതെ വന്ന ഒരു ഡോസ് ട്യൂബർക്കുള്ളും. അതല്ല അല്ല പേഷ്യന്റ് ഹോമിയോപ്പതി കുടുംബമാണ്, അലോപ്പതി കഴിക്കാനും പറ്റില്ല, ആന്റിബയോട്ടിക് കഴിച്ചാൽ റിയാക്ഷൻ ഒക്കെ ഉള്ളതാണ്. അങ്ങനെ പേഷ്യന്റ് വല്ലാതെ കിടന്ന് വിഷമിച്ചു. 2-3 ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോയിട്ടും അത്തരം കേസില് അങ്ങനെയാണെങ്കിൽ സെപ്പിയോ കൊടുക്കുക സലീം. സെപ്പിയോ കൊടുക്കുക. ഏത് മെഡിസിനും ആക്ട് ചെയ്യില്ല. അല്ല ഡോക്ടറെ, അതൊക്കെ സീനിയർ ആൾക്കാർ ചെയ്ത് കഴിഞ്ഞാണ്. പിന്നെ അറ്റ കൈക്ക് ചെയ്യാവുന്ന ചെയ്ത് പണി ചെയ്തപ്പോൾ കുറഞ്ഞു. ഞാൻ യൂറിൻ തന്നെ പൊട്ടലൈസ് ചെയ്തു. എന്നിട്ട് അങ്ങോട്ട് കൊടുത്തു. രസം എന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് നാളത്തേക്ക് ടെസ്റ്റ് ചെയ്യുമ്പോ അതിൽ യൂറിൻ ഉണ്ടായിരുന്നു, പസ് ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാ സിംറ്റവും പോയി, വേദന അസുഖമൊക്കെ പോയി. പിന്നീട് അത് കുറഞ്ഞു അതിനുശേഷം. അതെ. ഈ ഡ്രോപ്സ് റിമൈൻസ് ആഫ്റ്റർ യൂറിനേഷന് മാഗ്നൂർ കൂടി ഉണ്ട് കേട്ടോ. ഈ പതക് റെപ്പർട്ടറിയിലും ഉണ്ടത്. കാലിബൈറ്റ് മാഗ്നൂറിനാണ് ഒന്നും കൂടി പോയിന്റ് ഉള്ളത്. പതക് റെപ്പർട്ടറിയിലുണ്ട്. ഇതില് ചോദ്യം കൂടെ കിടപ്പുണ്ട്, പക്ഷെ നമുക്ക് സമയം 10 ആയി. റിപ്പീറ്റഡ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ CA ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ. നാളെ അധികം പ്രായമില്ലാത്ത ആളായിരുന്നേ. ഈ സംഭവം നടന്നിട്ട് 4-5 വർഷമായി വലിയ പ്രോബ്ലം ഉണ്ടായിട്ടില്ല. നാളെ നമ്മോടൊപ്പം മാമൻ ഡോക്ടറാണ് വരുന്നത് അതിഥിയായിട്ട്. അദ്ദേഹത്തിന്റെ ചികിത്സാനുഭവങ്ങളാണ് പങ്കുവെക്കുന്നത്. ഇത് സമയമായി. ഇനിയിപ്പം ഒരു ചോദ്യം കൂടെ കിടക്കുന്നത്, ബെഡ് വെറ്റിംഗ് ബിഫോർ മിഡ്നൈറ്റ് മോർണിംഗ്. കേട്ടില്ല. ബെഡ് വെറ്റിങ്ങിന് ട്യൂബർക്കുള്ളും കൊടുക്കണം. കിടന്ന ഉടനെ യൂറിൻ പോകുന്നത്. കിടന്ന ഉടനെ പോകുന്നത് കൽക്കേരിയ കാർബാണ്. നാട്രമൂറ്. സെപ്പിയ ഡീപ് സ്ലീപ്പർ. റിയോസോട്ടോ മറ്റേ ഡ്രീംസ് കൂടെ പറഞ്ഞു. ഡീപ് സ്ലീപ്പിൽ സ്വപ്നം കാണുന്നു. അവരറിയുന്നില്ല, മൂത്രം കഴിയിൽ തന്നെ കിടക്കും. പിന്നെ ഏർലി മോർണിംഗ് അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ബെഡ് വെറ്റിംഗ് ചെയ്യുന്നവരോടെ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് 6 മണി കഴിഞ്ഞ് വെള്ളം കുടിക്കരുത്. പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു പിടി അവല് കഴിച്ചിട്ട് കിടക്കാൻ പറയും. ബെഡ് വെറ്റിംഗ് നല്ല വ്യത്യാസം വരും. കേട്ടായിരുന്നോ? അറിയാമോ ഡോക്ടറെ? കേട്ടു, എഴുതുക. കേട്ടു. ഒരു പിടി അവല് കഴിച്ചിട്ട് കിടക്കാൻ പറയും, ഡ്രൈ ആയിട്ട്. ഞാനിപ്പോ ഈ 18 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ബെഡ് വെറ്റിംഗ് ആയിട്ടേ അതിന് ഞാൻ കൊടുത്ത ഇക്വിസിറ്റൻ ഡേഞ്ചറാ കൊടുത്തത്. കൽക്കേരിയ കാർബ്, ഇക്വിസേറ്റിയം, ട്യൂബർക്കുലിനം. ഹാബിറ്റൽ ഇതാണ് ഇക്വിസിറ്റം പറയാൻ. അങ്ങനെ പറയുന്നുണ്ട്. ഒരു പതോളജിക്കൽ റീസൺ ഒന്നും കാര്യത്തില്ല, ഒരു ഹാബിറ്റ് ആയിരിക്കും. ഹാബിറ്റ്. അത് രാത്രിയിലാണ് വെള്ളം കുടിക്കുന്നത്. അപ്പൊ ഞാൻ അതിന്റെ എക്വിസിറ്റത്തിനും അതൊരു ഹാബിറ്റ് ആയി പോകുന്നുണ്ട്. അതാ പറഞ്ഞ അതിന് മാറിയാ കുട്ടിയുടെ. ഫസ്റ്റ് സ്ലീപ്പ് ആണെങ്കിൽ ക്രിയോസോട്ട്, പിന്നെ ഒരു ഉറക്കം കഴിഞ്ഞിട്ടാണെങ്കിൽ കോസ്റ്റിക്കം,
പിന്നെ Positive. ഉറങ്ങാൻ അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്കും യൂറിൻ പോവാണെങ്കിൽ സ്റ്റെപ്പ് ചെയ്യാം. അതൊക്കെയാണ് ഇപ്പൊ ഞാൻ എഴുതി വെച്ചേക്കണത്. ഞാൻ കൊടുക്കുന്നതാണ് കേട്ടോ. എന്തായാലും വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ വളരെയധികം അറിവുകളാണ്. അതിലിപ്പം ശാന്താചന്ദ്രൻ മാഡം തുടങ്ങിയെങ്കിലും രമാദേവി മാഡവും അത് കഴിഞ്ഞ് Thank you, Rama. ഹരിഹരൻ സാറ്, ജയലളിത താങ്ക് യു ശാന്തേ. ഞാൻ ഡോക്ടർ, ശാന്തോടെ താങ്ക്സ് പറയണേ. അതുകൊണ്ട് യൂറിനറി ഇൻഫെക്ഷൻ ഒന്നുകൂടെ നോക്കി. ദേവൻ ഡോക്ടർ, എല്ലാവരുടെയും ആയിട്ടുള്ള എല്ലാ ഇത് നമുക്ക് Participate ചെയ്തു. കിട്ടുന്നത് വലിയൊരു, അത് ഇപ്പൊ ഈ ഒരു ചൂട് കാലത്ത് നമ്മളുടെ അടുത്ത് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കംപ്ലൈന്റ് ആണ് താനും. ഇത്രയും നല്ലൊരു അറിവ് ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുകയാണ്. ഇതിൽ ജയലളിത ഡോക്ടർ മാഡത്തിനൊരു നന്ദി പറയണം. ജയലളിത ഡോക്ടറെ. ഓക്കെ. എന്ത് പറയാനാ, രണ്ടുപേരുടെയും കൂടി വല്ലാത്തൊരു ഇതായിരുന്നു. പിന്നെ ഒരാൾക്ക് ഒരാൾ മെച്ചം പോലെയാണ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു, സെഷൻ ആയിരുന്നു. ഒരുപാട് അറിവ് കിട്ടി. ഇത് നേരത്തെ തന്നെ അമ്പാടി ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതൊരിക്കലും മറക്കൂല. ആ മാതിരിയാണ് എനിക്ക് പെട്രോസെല്ലിനും മാക്ഫോസ് ഒക്കെ പറഞ്ഞു തന്നത്. അപ്പൊ ശാന്ത ഡോക്ടറും അമ്പാടി ഡോക്ടറും ഇതുപോലെ തന്നെ ഉള്ള ക്ലാസ്സുകളിൽ വന്ന് നല്ലപോലെ ക്ലാസ് എടുത്ത് ഞങ്ങൾക്ക് തരണമെന്ന് അപേക്ഷിക്കുകയാണ്. എന്റെ പേരിലും IAPHന്റെ പേരിലും ഒരുപാട് നന്ദി. ഒപ്പം ഹരിഹര സാറിനും നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു. അങ്ങനെ Thank you so much. വളരെ എല്ലാവർക്കും ഒരു നല്ലൊരു ക്ലാസ് ഇന്ന് അവസാനിക്കുന്നു. അത് മാഡത്തിനും ശാന്താചന്ദ്രൻ മാഡത്തിനും രമാദേവി ഡോക്ടർ, ഹരിഹരൻ സാറ്, ദേവൻ ഡോക്ടർ, ജയലളിത ഡോക്ടർ, സ്ലൈഡിൽ കൂടിയാണേലും സൂര്യ ഡോക്ടർ, അങ്ങനെ ഇതിൽ പങ്കെടുത്ത എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കട്ടെ. അതുപോലെ ഈ സൂമിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഇന്ന് നമ്മുടെ ഈ സൂം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. Thank you. Good night. താങ്ക് യു.